ഹലോ, നമ്മൾ ഇന്നലെ വാങ്ങിച്ച് അറുത്ത് കഴുകിയില്ലേ ആ മീനാണേ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും പിന്നെ മീൻ അറുക്കാനൊന്നും നിൽക്കണ്ടല്ലോ, വേഗം തന്നെ കറിയും വെച്ച് മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുളക് കറി വയ്ക്കുന്നതെന്നറിയാമോ? ഉള്ളിയും തക്കാളിയും വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ. ഇവിടെ ഞാൻ മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മുളകും മല്ലിയും പിന്നെ കുറച്ച് ഉലുവയും ഒരു ശകലം പെരിഞ്ചീരകവും ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചവളവും കൂടി ഇട്ടാൽ നന്നായിരിക്കേ. ഇതാ ഇങ്ങനെ ഈ പൊടി ഇങ്ങനെ ഇട്ട്, ഇതാണ് ഞാൻ വയ്ക്കുന്ന മുളക് കറി കേട്ടോ. എന്നിട്ട് ഈ പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും പുളിവെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് ഒഴിച്ച് എടുക്കാം. ഈ മുളക് കറി മുമ്പ് എനിക്ക് വെക്കാൻ അറിയാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. കുറേ തവണ വെച്ച് ഫ്ലോപ്പായി. പിന്നീടാണ് ഇത് ശരിയായത്. ഇപ്പം മുളക് കറി വെക്കാൻ എന്നെക്കാൾ മിടുക്കി ആരെങ്കിലും ഉണ്ടാകുന്നതോ എനിക്കറിയാൻ പാടില്ല. രാവിലെ ചോറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുളക് കറി മീൻ കറിയും പിന്നെ പൊരിച്ച മീനും മാത്രം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നലെ പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടുപോയടേ. പച്ചക്കറി വാങ്ങിച്ച് വെക്കേണ്ടതായിരുന്നു. മക്കളൊക്കെ എണീറ്റ് അല്ല ജട്ടിയൊക്കെ ഇട്ടിട്ട് ഈ രാത്രി കിടക്കുന്ന സമയത്തെ മക്കൾ കിടക്കുന്നത് ശരിയല്ല. അതാണ് രാവിലത്തെ വീഡിയോ ഞാൻ എടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ ഇനി മക്കളെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് നോക്കാം. ഞാനൊരു ലൈവ് വരാം, അല്ലെങ്കിൽ വീഡിയോ ഇടാം. ഓക്കെ, ബൈ ബൈ.